ഒരു സ്ത്രീ തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അവരുടെ വീടിന്റെ അഡ്രസ്സിൽ വേറെ വോട്ട് ചേർത്തേക്കാണ്. അവരറിഞ്ഞിട്ട് പോലുമില്ല. അഡ്രസ്സിൽ ചേർത്തിരിക്കുക. അന്ന് കോൺഗ്രസിന്റെ ഏജന്റുമാര് മറ്റേ ബൂത്തുകളിലെ പ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ 9 വോട്ട് ആ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയത്. അപ്പോഴാണ് പരാതി കൊടുത്തത്. അപ്പോഴാണ് കളക്ടർ പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേര് വന്നു, എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അവിടെ നടന്നിട്ടുണ്ട്. വ്യാപകമായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്രൈമാണ് അത് നടന്നിരിക്കുന്നത്. സംഘടിതമായി വ്യാപകമായി അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തൊരു പൂർണ്ണമായ പരിശോധന നടപ്പാകണം. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം. അതിന് സംസ്ഥാന ഗവൺമെന്റ് അതുമായിട്ട് പൂർണ്ണമായി അത് സഹകരിക്കണം. നമ്മുടെ BLOമാരൊക്കെ ഉണ്ടല്ലോ, ബൂത്ത് ലെവൽ ഓഫീസർമാർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വയ്ക്കുന്ന ആളുകളല്ലേ. അപ്പൊ എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് പലതരത്തിൽ. അപ്പൊ ജില്ലാ കളക്ടർക്ക് ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരും ചേർന്നൊരു വലിയൊരു അന്വേഷണം തൃശ്ശൂരിലെ കാര്യത്തിൽ നടത്തണം. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, അതങ്ങനെ പാടില്ല. ഇപ്പോ നമുക്ക് ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾക്കെതിരെ ഉണ്ടാവും. ശരിയായ ആരോപണങ്ങൾ ഉണ്ടാവും, തെറ്റായ ആരോപണങ്ങൾ ഉണ്ടാവും. ശരിയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കൃത്രിമമുണ്ടായി എന്നുള്ള ആരോപണം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടല്ലോ. അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്ന അർത്ഥം, അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ ഒന്നുമില്ലെന്നുള്ളതാണ്. ഉറപ്പായിട്ട് പറയണമല്ലോ, ഉറപ്പായിട്ട് പറയണം, ഉറപ്പായിട്ട് മറുപടി പറയണം. BJP പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് രാജ്യത്ത് ഉടനീളം. സംസ്ഥാനത്ത് തൃശ്ശൂരിലെ കേസിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ അവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങളൊന്നും മിണ്ടില്ല, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് യോജിച്ചല്ലേ. ഇപ്പൊ നാളെ ഞാനാണെങ്കിൽ എനിക്കെതിരെ നിങ്ങളൊരു തെറ്റായ കാര്യം പറഞ്ഞാൽ എനിക്കത് എന്റെ അവകാശമല്ലേ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് അത് കൃത്യമായിട്ട് അതിനെ പറഞ്ഞു കൊടുക്കാണ്. ഞങ്ങളൊന്നും പറയില്ല, ഞങ്ങൾക്കൊരു ബാധ്യതയില്ല, ജനങ്ങളോട് ബാധ്യതയുണ്ട്. 11 വോട്ടിന്റെ അല്ലല്ലോ ആരോപണം, 11 വോട്ടിന്റെ ആണ് ആരോപണം. ഞാൻ തന്നെ പറഞ്ഞത് ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ വീട്ടിൽ അവരറിയാത്ത 9 പേരുടെ പേര് ചേർത്തിട്ടുണ്ട് അവിടെ ഇല്ലേ. അതടക്കമുള്ള എത്ര കേസുകളുണ്ട്. ഫ്ളാറ്റുകളിൽ വ്യാപകമായി ഫ്ളാറ്റുകളിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ഒരു കേസല്ല. ഒരു കേസാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയ അതൊരു പരാതി കൊടുക്കാം, അല്ലാതെ ഇത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. ഒന്നല്ല, ഞങ്ങളുടെ കണക്ക് തന്നെ 50,000-നും 60,000-നും ഇടയിൽ വോട്ടുകളുണ്ടെന്നുള്ള ആദ്യത്തെ ഒരു പരിശോധനയിൽ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞത് വലിയ കണക്കാണ് പറഞ്ഞത്. കൂടുതൽ പരിശോധിച്ചാൽ കൂടുതൽ വരും. ഞങ്ങള് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ വിഷയം വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യുകയും അതിശക്തമായി ഞങ്ങൾ ഇടപെടുകയും ചെയ്തു. പാലക്കാട് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ഞങ്ങൾ ഫലപ്രദമായി തടഞ്ഞു. വളരെ ശക്തമായി പറഞ്ഞു. ഞാനടക്കമുള്ള ആളുകൾ ഇടപെട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ. അന്ന് ഒരു കാരണവശാലും വോട്ടർ പട്ടികയിൽ കൃത്രിമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം അവിടുത്തെ വിഷയം മാത്രമല്ല, BJP-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം മാത്രമല്ല, ഇടുക്കിയിലൊക്കെ ഇരട്ടവാട്ട ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസിന്റെയും CPM-നെതിരെയാണ്. അല്ലാതെ എവിടെയാണ് ഇതുണ്ടായിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണം. ഇടുക്കിയിൽ പണ്ട് ഒരു ആക്ഷേപം ഉള്ളതാണ്, മനസ്സിലായില്ലേ. ഇടുക്കിയിൽ അവിടെ ഇല്ലാത്ത ആളുകൾ പുറത്തുനിന്ന് വന്ന് 5000-6000 പേര് വന്ന് ഉടുമ്പൻചോലയിലൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു, മൂന്നാറിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു, പീരുമേടിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു, അതിർത്തി കടന്ന് അതിർത്തിയിൽ ഇവിടെ ഇല്ലാത്ത ആളുകൾ പുറത്തുനിന്ന് വന്ന് വോട്ട് ചെയ്യുന്നു എന്ന് പരാതി പണ്ട് പോലെയുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതെല്ലാം പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും ശ്രദ്ധിക്കണം. വോട്ടർ പട്ടിക എന്ന് പറയുന്നത് കുറ്റമറ്റതായിരിക്കണം. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം. മരിച്ചവര്, സ്ഥലത്തില്ലാത്തവര് മാറണം. തെറ്റായ വോട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ പൊതുപ്രവർത്തകർ കൂടി, രാഷ്ട്രീയ പ്രവർത്തകർ കൂടി, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ കൂടി ഇത് ഗൗരവതരമായി പരിശോധിച്ച് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, അല്ലെ, ഫെയർ ആയിട്ടുള്ള നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകണം. അതുണ്ടായില്ല കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ. ജനഹിതത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്.
അത് നിങ്ങൾ ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് വ്ളാഡിമിർ പുടിനെ കുറിച്ചുള്ള മുഖ്യമായ ആക്ഷേപം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ്. ആരും ജയിക്കില്ല, അദ്ദേഹത്തിനെതിരായിട്ട് ആരും ജയിക്കില്ല എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യയിലാകാൻ പറ്റില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വഴിവിട്ട സഹായം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള തെളിവുകളെല്ലാം വെച്ചിട്ടാണ് നേരത്തെ പലതരത്തിലുള്ള പരാതികൾ പോയിട്ടുള്ളത്. പക്ഷെ അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വലിയ പങ്കാളിത്തമുണ്ട് ഈ കാര്യത്തിൽ. കുറ്റകരമായ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യം പ്രതിക്കൂട്ടിൽ. ഇതിന് കൂട്ടുനിന്നതിനും കൊട പിടിച്ചു കൊടുത്തതിന്റെ പേരിൽ വ്യാപകമായി സഹായിച്ചിട്ടുണ്ട്. വ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് ഇത് ഇത്രയും വ്യാപകമായി നടന്നിരിക്കുന്നത്. അവർക്ക് അറിയാമായിരുന്നു പരാതികൾ ഉണ്ടായിട്ട് ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല. ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ മറുപടി എന്താ മറുപടി അവർ പറഞ്ഞത്? എന്തെല്ലാം വാക്കുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന വാക്കാണ് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയായിട്ട് പറഞ്ഞത്. ഭീഷണിപ്പെടുത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്രയും തെളിവുകളോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം മുമ്പിൽ വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ രാഹുൽ ഗാന്ധി എത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചത്. ഇത്രമാത്രം തെളിവുകളോടുകൂടി, ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകളോടുകൂടി അതിന് പറയുന്നത് ഇന്ത്യക്കാരനല്ലെന്നൊക്കെ പറഞ്ഞു. മറുപടിയില്ല. ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ തെറ്റാണ് ഇത്. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ അജണ്ട കേരളത്തിലെ ഗവർണർ നടപ്പാക്കരുത്. നടപ്പാക്കിയാൽ അതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും. പ്രതിപക്ഷം അതിശക്തിയായിട്ട് എതിർക്കും. ഇത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള